ഹായ്, ഞാൻ നിഷ കെ.വി. ഞാൻ രാഹുൽ ഈശ്വറിന്റെ ഒരു വീഡിയോ, ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടു. അതുമായി സംബന്ധിച്ച് 2 വാക്ക് സംസാരിക്കാനാണ് ഇപ്പൊ ഈ വീഡിയോയിൽ വന്നത്. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് വളരെ ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്ന ആളിതുവരെ എനിക്ക്, ഈ ജയിലിൽ പോകുന്നതിന് മുൻപ് വരെ കേട്ടോ. ചാനൽ ചർച്ചകളിൽ വന്ന് വളരെ വ്യക്തമായി സംസാരിക്കുന്ന അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ അഭിമാനം ഉണ്ടായിരുന്നു. കാരണം കുറച്ച് അറിവുകളും എല്ലാം ഉള്ളൊരു വ്യക്തിയാണ്, കുറച്ച് നോളജ് ഉള്ള ഒരാളാണെന്നുള്ളൊരു സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്ന ഒരു ബഹുമാനം എനിക്കും രാഹുൽ ഈശ്വറിനോട് ഉണ്ടായിരുന്നു. പക്ഷെ ആ ബഹുമാനങ്ങളെല്ലാം ഈ ഒരു നിമിഷം ഇല്ലാതായിപ്പോയി. രാഹുൽ ഈശ്വർ താങ്കൾ ഇങ്ങനത്തെ ഒരു വളരെ മോശപ്പെട്ട ക്യാരക്ടറുടെ ഉടമയായിരുന്നു എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. താങ്കൾ ഇത്രയും മോശപ്പെട്ടൊരു അവസരവാദിയായിരുന്നു. 2 വഞ്ചിയിൽ കാലി ചവിട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. താങ്കൾ സോഷ്യൽ മീഡിയയിലൂടെ ദിലീപിനെ വളരെ വ്യക്തമായി തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. അത്രത്തോളം താങ്കൾക്ക് ദിലീപിനെ അറിയാം എന്ന രീതിയിലാണ് താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ കാവ്യമാധവന്റെ മുൻ ഭർത്താവായിരുന്ന നിഷാദിന്റെ അമ്മയുമായിട്ട് താങ്കൾ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് കേൾക്കാനിടയായത്. അത് കേട്ടപ്പോൾ എനിക്ക് താങ്കളോട് സത്യം പറഞ്ഞ സ്ത്രീകൾ തോറ്റുപോകും. കാരണം സ്ത്രീകൾക്ക് താങ്കളെ പോലെ ഇതുപോലെ അവസരവാദികളായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ പരദൂഷണം പറയാനോ സ്ത്രീകൾക്ക് പോലും പറ്റില്ല. സ്ത്രീകളെ തോപ്പിച്ചു കളഞ്ഞു താങ്കൾ. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഓന്തിനെ പോലെ, ഓന്തിന്റെ ഒരു ജന്മം എന്ന് പറയാം. ഒരു ഓന്ത് താങ്കളെ കുറിച്ച് കൂടുതൽ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ തലതല്ലി ചാവും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ആരെയും കൊണ്ട് പറ്റും? ആ അമ്മ എത്രത്തോളം സ്നേഹത്തോടു കൂടിയും എത്രത്തോളം ബഹുമാനത്തോടും കൂടിയാണ് താങ്കളോട് സംസാരിക്കുന്നത്. എന്നിട്ട് അവരെയൊക്കെ ഊമ്പിക്കുന്ന പരിപാടിയല്ലേ താങ്കൾ ഈ കാണിക്കുന്നത്? അല്ലേ? വളരെ മോശമായൊരു വ്യക്തിയായിരുന്നു താങ്കൾ എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. ഇതുപോലെ ഓരോരുത്തർക്കും മനസ്സിലാവും. കാരണം വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം. കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേട്ടു നോക്കൂ. ചേട്ടൻ ഡൈവോഴ്സ് ആണെന്ന് പറയുന്നത് തെമ്മാടിത്തരവല്ലയോ? സംശയം എന്താണ്? ബാക്കി കേക്ക്. എന്നിട്ട് ഇവളെ ഇവിടുന്ന് ഒരു കല്യാണത്തിന് ഗിഫ്റ്റും ഒക്കെ ആയിട്ട് പോയതാ. ഓഹോ. അപ്പൊ എന്റെ ചേച്ചി ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു ഡോക്ടർ. ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ കുറെ സംഭവങ്ങൾ ഇരിപ്പുണ്ടെന്നാല് ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ആരും പറയണ്ട. അത് കാണിക്കേണ്ടപ്പോ കാണിച്ചു. എന്നിട്ട് എന്തോ ചെയ്തെന്ന് അറിയാമോ? ആന്റി വിളിക്കുന്ന സമയത്ത് വീട്ടിൽ വരണം മോൻ, കേട്ടോ? എന്നിട്ട് ഇത് കേട്ടോ, എന്നിട്ട് മോനും 2 വാക്ക് പറയണം അതിനു വേണ്ടിയാ. എന്നിട്ട് എന്തോ ചെയ്തെന്ന് അറിയാമോ? ഇവള് എന്റെ ചേച്ചി നാട്ടിൽ ചെന്നപ്പം ഡിറ്റക്ടീവ്സിനായിട്ട് അന്വേഷിപ്പിച്ചത് ആരാ, എന്തുവാ, എന്തിനാ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത ഒരു കുടുംബത്തെ കുറിച്ച് എഴുതിയെന്നൊക്കെ അന്വേഷിപ്പിച്ചു. എഴുതിയവന്മാരെ പിടിച്ചു. ആർ രാധാകൃഷ്ണൻ, യു ഹരീഷ്, കൊച്ചി ഒറ്റപ്പാലം പിടിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു ഇത് കാവ്യയുടെ അമ്മ പറഞ്ഞു. എന്തിനെ എന്ന് ചോദിച്ചോടനെ പറഞ്ഞു ഇതൊക്കെ എഴുതാൻ പറഞ്ഞു എന്ന്. എന്തിനേം ചോദിച്ചെന്നേ പറഞ്ഞു പബ്ലിക്കിന്റെ സിമ്പതി മേടിച്ച് വീട്ടമ്മയാകാൻ പോയ കാവ്യ എന്തിന് തിരിച്ചു വന്നു, അമ്മായിയമ്മ 2 ഇടി മോനെ കൊന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലല്ലേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് കിട്ടാൻ പോവാ ഇതുപോലെ പഠിച്ചുള്ളത്. എന്നിട്ട് അവസാനം ഇപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടെ വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞു. മോളെ ഞങ്ങൾ ടി വി കൂടെ കാണുന്ന ഇത് ചുമ്മാ തള്ളി കഴിവണ്ടാമോൾ. എന്നിട്ട് വേണ്ട ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി അവന്റെ കൂടെ പോകണമായിരുന്നു. ഇപ്പൊ മഞ്ജു ഭയങ്കര വഴക്കാണ്. അറിഞ്ഞോ? ആ. എന്നിട്ട് അവൻ അവിടെ വാളെ പിടിച്ച് നടക്കുവാ. ഒരു കാര്യം കൂടെ, ഇങ്ങനെ ഒരു കാര്യം അറിയാമെന്നുള്ളതുകൊണ്ടാണ് ആന്റി ഞാൻ ആന്റിയോട് അന്ന് വിളിച്ചപ്പോ ചോദിച്ചു, ഓർക്കുന്നുണ്ടോ ആന്റി? അത് തന്നെ മോനെ. നമ്മള് അല്ല അപ്പോഴും മോൻ പറഞ്ഞു ഫെബ്രുവരി 4 വരെ ആരുടെ കൂടെ നീ കിടന്നിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. അതുപോലെ ഇതാണ് പ്രശ്നം. യവൻ എന്നിട്ട് ഇങ്ങോട്ട് വിളിയൊക്കെ ഉണ്ടായിരുന്നു മോനെ. കഥകൾ ഒരുപാടുണ്ട്. കാരണം ഞാൻ ആന്റിയുടെ വീട്ടിൽ വന്നിരുന്നു ഒരിക്കൽ. വന്നപ്പോ അവിടെ ആരുമില്ല, പിന്നെ ഡോർ ഗേറ്റും തുറക്കുന്നില്ല. പിന്നെ ഞാനങ്ങ് വിട്ടു. കാരണം ഇവള് കല്യാണത്തിന് 3 ദിവസം മുമ്പ് മോനെ എനിക്ക് മോൻ വിളിച്ചപ്പോഴൊക്കെ ഞാൻ ഭയങ്കര വിഷമത്തിരിക്കുവാ. കാരണം എന്താണെന്നറിയാമോ? കല്യാണത്തിന് 3 ദിവസം മുമ്പ് ഈ പണ്ടാരം ചാവാൻ തുടങ്ങി ഇവള്. എന്റെ ഭഗവാനെ. അപ്പൊ അങ്ങനെ ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ എന്റെ ഇഷ്ടത്തിനല്ല ഈ കല്യാണം നടത്തിയാന്ന്. ഞങ്ങൾ എന്തോ ചെയ്യും മോനെ? എനിക്ക് മനസ്സിലായി. കാരണം ഇത് ആരെക്കാളും കൂടെ എനിക്ക് മനസ്സിലാവും. ഞാൻ തകർന്നു പോയി കറന്നുമല്ല, എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന കൊച്ചു പെൺകുട്ടികളോട് ആമ്പടിക്കെ ചേർത്ത ഇവനാണെന്ന് ദേഷ്യപ്പെടാൻ അറിയത്തില്ല. അതാ ബാങ്കിലൊക്കെയാണ് ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റി. തീർച്ചയായും സ്ട്രെസ് ആവത്തില്ലേ അവൻ സ്ട്രെസ് ആവത്തില്ലേ? അവൻ അമേരിക്ക പഠിച്ച കുഞ്ഞ്
നമ്മൾ പറഞ്ഞ കല്യാണം എടുത്തു അതേ അവന് പറ്റിയ തെറ്റുള്ളൂ. അവന് ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അവൻ ആന്റി എനിക്ക് തകർന്നു. ഞാൻ പറഞ്ഞു അല്ലേ എഴുതിയേക്കണം ഇതൊക്കെ ദിലീപിന്റെ പണിയാ. അല്ല ആന്റി ഞാൻ വളരെ കേൾക്കും ഒരു സെക്കൻഡ്. കാരണം ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടിനെ ഞാൻ കണ്ടു. റിപ്പോർട്ട് അപ്പൊ ട്രിവാൻഡ്രം റിപ്പോർട്ട് എന്നെ കണ്ടപ്പോൾ എന്റെ ചോദിച്ചു മാഷെ എന്തൊക്കെയാണ് വിഷയം എന്ന് ചോദിച്ചു. കാരണം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കഥ കൊട്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് പുള്ളി എന്നെ കണ്ടത്. പക്ഷെ അപ്പോഴെന്നെ കാണാൻ പറ്റില്ല. കാരണം ഞാൻ അപ്പൊ തന്നെ കാർ കൊടുത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് എന്നെ കാണാൻ പറ്റില്ല. പിന്നെ ഒരു ദിവസം സെക്രട്ടറിയിൽ ഒരു പ്രോഗ്രാമിന് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പാടാൻ വേണ്ടി നിൽക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാഷെ നമുക്ക് എന്താണ് മിസ്സിൽ അറിയാവോ? ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ പ്രശ്നമല്ലേ, എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അയ്യോ അങ്ങനല്ല എന്റെ നെൽവിഷനായിട്ട് കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് റൂമേഴ്സ് ഇറങ്ങി. ഒരു സുഹൃത്തുനോ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വാക്കേ പറയാനുള്ളൂ, അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആള് വാക്ക് അഴുകിപ്പോന്ന് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. സഭാസമില്ല എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അതല്ല പറയുന്നത് ഒരു എന്താ പറയണേ മനസ്സ് സഹിക്കാൻ വയ്യ. ഞാൻ അതൊക്കെ വളരെ എഴുതിപ്പിച്ചതാണ്. എനിക്ക് ഞാൻ മ്യൂസിക് ഞാൻ ജോഗിങ് ആയിരുന്നേ. അപ്പോഴ് രണ്ട് സ്ത്രീകൾ ബാറ്റിൽ കൂടെ വരുന്നത് എനിക്ക് അൺനോൺ പേഴ്സൺ, നമുക്ക് പരിചയമൊന്നുമില്ല. അവര് ബാറ്റിൽ കൂടെ നടന്നിട്ട് അല്ല അവളുടെ കളി ഞാൻ പറയാണ്. അവര് നടന്നപ്പോ അവര് പറയാണ് ദിലീപും അല്ല എന്താണ് കാവ്യ മറ്റേ പയ്യനെ വിട്ടു കേട്ടോ. അല്ല അയ്യോ അവര് മഹാമന്നെന്ന് ആ പെൺകുട്ടി പാവം മനസ്സിലല്ലേ. ഇവള് സിനിമയ്ക്ക് പുറത്ത് ഐ മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി വെച്ചിട്ടുള്ളത്. അതാണ് ഇവളുടെ വെച്ചൊരു വിജയം. ആന്റി സത്യം. പക്ഷെ ഇവൻ അതിന് ബലിയാടായപ്പോ എനിക്ക് തകർന്നു വേണ്ടിയാണ്. കാരണം ഞാൻ എന്റെ ഏറ്റവും ഒരു കുഞ്ഞിനെ ബലിയാടാക്കേണ്ട കാര്യം അവക്കുണ്ടായിരുന്നോ? ഇവൾ ഇനിയും ഇതിനകത്ത് രക്ഷപ്പെടാൻ പോകുന്നൊന്നുമില്ല. ഇവളിപ്പോ ദാണ്ട് മമ്മൂട്ടി ആ പ്രമാണി എന്നുള്ള പടം കൊടുത്തില്ലല്ലോ അവക്ക്. ശരി സ്നേഹം എടുക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞ മമ്മൂട്ടിക്ക് അറിയില്ലോ സച്ചിന്. മോഹൻലാൽ വിളിച്ചിരുന്നു, മനോജ് കജയൻ വിളിച്ചിരുന്നു, സുരേഷ് മേനക വിളിച്ചിരുന്നു, കലാരഞ്ജിനി ഇങ്ങോട്ട് വിളിച്ചു, സുരേഷ് ബാബു വിളിച്ചു. സകലമായ സിനിമയിലെ ഒരുപാട് പേര് മോന് സപ്പോർട്ട്. പിന്നല്ല തീർച്ചയായും. അല്ലെങ്കിൽ ഞാൻ കാവ്യയുടെ കാര്യം ആന്റി ഞാനൊന്നുമല്ല, ഞാനൊരു മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കലാരഞ്ജിനിയൊക്കെ ചോദിക്കുന്നു എന്തിനാ മണിയാന്റി ഒരു ന്യൂസ് ഇവള് നിശ്ചയം വരെ മോനെ ഇവള് രഹസ്യമാക്കിയിരുന്നു അറിയാവോ? അതാണ് വെളിയിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഇവള് സമ്മതിച്ചില്ല. കാരണം ഞാൻ ദിലീപ് വന്നോ കല്യാണത്തിന്? അവൻ കോട്ടയത്ത് വെച്ചായിരുന്നു. മഞ്ജു അല്ലേ വന്നോളൂ? മഞ്ജു വന്നു. ഇപ്പൊ എന്നിട്ട് അവന് കോഴിക്കോട്ട് തന്നെ ഇവൻ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയത് ഇവിടെ. അതാണ് പട്ടണത്തിൽ പോലും കഴിഞ്ഞ് വന്നപ്പെട്ടിട്ട് പിന്നെ എന്ത് ചെയ്ത് എവിടെ നിൽക്കത്തില്ല. അവർക്ക് അങ്ങ് പോകണം. എനിക്കറിയാം. കാരണം ഇവളുടെ ഡ്രൈവർ ആണ് നമുക്കറിയാവുന്ന ആള്. അല്ല മോനെ ആകെപ്പാടെ മോനെ 2 മാസം ഇവിടെ ജീവിച്ചിട്ടുള്ളവർ. പക്ഷെ അവൾ ഇത്രയും ആദ്യത്തെ ഒരു മാസം അവിടെ അമ്മ എത്തനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ പട്ടണത്തിൽ പോയിട്ടില്ല, പോയി ഷൂട്ടിങ്ങിന് പോയിട്ട് വന്നിട്ടാ 3 ആഴ്ച. അന്ന് ഗോപികയുണ്ട് ഇവിടെ, കണ്ണന്റെ ഭാര്യയുണ്ട് ഇവിടെ. അപ്പൊ കണ്ണന്റെ ഭാര്യ അങ്ങോട്ട് ഇപ്പൊ കൊട്ടേഷൻ കൊടുത്തിരിക്കാം മോനെ കൊല്ലാൻ. അതാണ് ദിലീപിന്റെ മിടുക്ക്. മനസ്സിലാവും. അവൻ സിനിമയെ കാണുന്നുള്ളൂ ലോകം. നമ്മളാരാണെന്ന് അവന് മനസ്സിലായിട്ടില്ല. ഞാനിതാണ് പറഞ്ഞു. ഞാൻ ഏഷ്യാനോട് ഞാൻ പറഞ്ഞു വരുന്നല്ല ഈ എഴുതുന്നവർക്കും പറയുന്നവർക്കും ഈവൻ കാവ്യക്ക് പോലും അറിഞ്ഞൂടാ. കാവ്യക്ക് പോലും ചെന്ന് എത്തപ്പെടാൻ പറ്റാത്ത ഒരു ഫാമിലിയാണ് അവര്. അതെല്ലാരും പറഞ്ഞത്. അത്രേ ഉള്ളൂ. അത് സത്യമായിട്ട് ആന്റി ഭയങ്കര വിഷമമായി. കാരണം അവനെ ശരിക്കും അവളെ ഒരു എന്താ പറയുക ഒരു ഫാസിനേഷൻ ആയിരുന്നെങ്കിൽ അതൊന്ന് തീർത്താൽ മതിയായിരുന്നു. അത്രേ ഉള്ളൂ. സത്യം പാവം. കൂട്ടുപോലെ ഒരാളോടുണ്ട് കാർത്തിക. എവിടെ രഹസ്യങ്ങൾ മൊത്തം ഏതൊക്കെ ചെറുക്കന്മാരോട് പോകണം തുണി അഴിക്കണം എന്നുള്ളത് പറയുന്നത് കാർത്തിക. അവളെ നല്ല സാധനമാണ്. അവളാ ഇതിന്റെ അവളും ദിലീപും കാവ്യം കൂടാണ് ഇത് കളിക്കുന്നത് മൊത്തം. സന്തോഷ് മാധവന്റെ അടുത്തൊക്കെ പോയിട്ടുള്ളത് തന്നെ അവന്. പിന്നെ അറിയാം. കാരണം ഞാൻ പറഞ്ഞു ലാൽ മീഡിയെന്ന് ആവശ്യമുള്ള ന്യൂസുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. ആ ന്യൂസുകൾ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ തകർന്നു പോയത്. അയ്യോ സച്ചിൻ നിശ്ചലിന് കാവ്യമാകുന്നു ഞാൻ തകർന്നു. കാരണം അതിന് 1 മാസം മുമ്പ് വരെ ഞാൻ അവളുടെ വീട്ടിൽ പോയി ഇന്റർവ്യൂ എടുത്താണ്. അവളുടെ വിദേശ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേ ഞാൻ ഇന്റർവ്യൂ എടുത്തു അവളുടെ പുതിയ വീട്ടിൽ എറണാകുളത്തെ. അതൊക്കെ ലോണിലാ മോനെ, പൈസയൊന്നും ഇല്ല. ഞാൻ ഉദ്ദേശിച്ചതല്ല. അപ്പോഴും പറഞ്ഞു നമ്മളിപ്പോ കേൾക്കാം. നമ്മൾ സാധാരണ ഡൗറി ഒക്കെ പറയുന്നത് കല്യാണ സമയത്തല്ലേ പറയുന്നത്. അതെ അന്ന് പോലും ഞാൻ സുനിലിന്റെ അടുത്ത് എന്ത് പറയാ നമ്മൾ പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല ചേച്ചി. പിന്നെ എന്തോന്നാടാ ഇപ്പൊ ഒരു പറച്ചിൽ വന്നത്? സ്വർണം പോലും നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര സ്വർണം ഇവർക്ക് തപ്പിയാ കിട്ടുമോ? എനിക്ക് അറിഞ്ഞൂടാ. സ്വർണം കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു മോനെ. അത് അങ്ങനല്ലേ ആന്റിയുടെ ഒക്കെ ഒത്തിരി ഫാമിലി സെറ്റപ്പിലുള്ള സ്വർണം ഇവിടെ എല്ലാരും പറയുന്നത് നമ്മുടെ വീട്ടിൽ കയറാനുള്ള യോഗ്യത ഉണ്ടോ? പക്ഷെ രോമത്തിന്റെ വില കൊണ്ടോ? അല്ല അവൻ എന്തിനാ അവൻ ഇത്രയും എഡ്യൂക്കേറ്റഡ് അല്ലേ? അവൻ എനിക്ക് വിഷമം സത്യം. അവള് മറ്റവന്റെ രുചി അറിഞ്ഞു, അതുകൊണ്ട് അവൻ പറഞ്ഞോ നീ വേഗം ഇങ്ങ് പോരണം. അതെ
അയ്യോ അത് പക്ഷേ ഈ ചെറുക്കന്റെ അടുത്ത് വേണ്ടായിരുന്നു, അത് അവള് തന്നെ അനുഭവിച്ചോളും. തീർച്ചയായും അവൾ തന്നെ അനുഭവിക്കുന്നു. അവളാ ഒരു വെച്ച് ചോറിന് അവള് കിടന്ന് യാചിച്ചു നോക്കി. തീർച്ചയായും ആന്റി എന്ന് വരുന്നു ഇങ്ങോട്ടെ? വരുന്നുണ്ട് മോനെ, വരുന്നതേ മോനെ വിളിക്കാൻ. വേറെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ആരെങ്കിലും ഉമ്മ വരുന്നു, അറിഞ്ഞോടില്ല. ആന്റി എന്റെ നമ്പർ സൂക്ഷിച്ചു വെച്ചിട്ട് എന്നെ വിളിച്ചല്ലോ. സൂക്ഷിച്ചു വെച്ചു മോനെ. പിന്നെ ആന്റി ഇതുവരെയും ഇത്തിരി വിഷമത്തിലായിരുന്നു, ഇപ്പൊ എല്ലാം മാറി. സന്തോഷം ആന്റി, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു സച്ചു ഭയങ്കര ഹാപ്പിയായി ഇവള് പോയതിനു ശേഷം. ഇവനെ ഒത്തിരി ഹരാസ് ചെയ്തു മോനെ. നന്നായിരുന്നാ മതി. അല്ല മോനെ ഒരുപാട് ഹരാസ് ചെയ്തു അവള്. മനസ്സിലായി. അവൾ അങ്ങനത്തെ ടൈപ്പാണ് ആന്റി. ഒരു പെണ്ണല്ലേ, അവിടെ അവരുടെ വീട്ടിൽ ചെന്നുടനെ ചോദിച്ചു ചോറ് വെക്കാൻ അറിയാമോ. അവിടെ അമ്മ ചോദിച്ചു എന്തോ. അപ്പൊ ഇവൻ ഇപ്പോഴാ ഇതൊക്കെ പറയുന്നത്, ചോറ് വെക്കാൻ അറിയാമോ. ഉടനെ അമ്മ അയ്യോ എനിക്ക് അറിഞ്ഞൂടാ. ഉടനെ അവന്റെ അടുത്ത് ചോദിച്ചു എന്താ ചോറ് വെക്കാൻ പഠിക്കാൻ ഞാൻ. കഷ്ടം. അപ്പൊ ഇവള് മോന്റെ അടുത്ത് ചോദിച്ചു, അത് തള്ള ചോദിച്ചത്. ഇവള് മോന്റെ അടുത്ത് ചോദിച്ചു പ്രണയിച്ചിട്ടുണ്ടോന്ന്. അപ്പൊ അവൻ പറഞ്ഞ് പ്രണയിക്കാനല്ല എന്നെ വിട്ടത്, എന്നെ പഠിക്കാൻ അമേരിക്ക വിട്ടതെന്ന്. അവൻ പറയാം അമ്മേ എന്ത് വൃത്തിയായിട്ട് വർത്താനൊക്കെ ചെന്ന് പറയുന്നു. ഇതൊക്കെ മനസ്സിലാക്കി ഇടയ്ക്ക് കൊണ്ടുപോകായിരുന്നോ. ഇതിനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു BP കൂടി 180 ആയി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അത്രയ്ക്ക് അങ്ങ് മോനെ അങ്ങ് മുറിക്കകത്തിട്ട് ഇവിടെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു, അറിയാവോ ഇവനെ. അപ്പൊ മോനെ നമ്മൾ ചോദിക്കും കൊച്ചുമോന് ചിരിയൊക്കെ പോയി, എന്തോ പറ്റി. അതാണ് അവർക്ക് ഇപ്പൊ തന്നെ അവർക്ക് സന്തോഷമായി ദിലീപിന്റെ. അന്നല്ല മോനോട് ആര് ചോദിച്ചാലും മോൻ പറഞ്ഞേക്കണം, ഇനി വിടണ്ട, വിട്ടുകൊടുക്കണം. അല്ല ഇനി അങ്ങ് വിസ്തരിക്കണം. ഇത് ഇവള് തന്നെ ഇവളെ കുഞ്ഞിനെ ബലിയാടാക്കിയെന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അതേപോലെ നമുക്ക് സംസാരിക്കുമ്പോൾ ഇതെല്ലാം സംസാരിക്കണം. നമ്മൾ എല്ലാവരും കൂടെ കൂടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടുന്ന് വരുമ്പം സന്തോഷം. തീർച്ചയായും മോളോടും പറയണം കേട്ടോ. മോളോടും പറയണം. വരുന്നുണ്ട്, ഉടൻ തന്നെ വരും. ഓക്കെ. ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കുടുംബം എങ്ങനെ തകർന്നു എന്നുള്ളത് ഈ ഒറ്റ വോയിസിൽ നിന്ന് മനസ്സിലാക്കാവുന്നതുള്ളൂ. ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ആത്മാഭിമാനം അന്തസ്സുള്ള ഒരു ഭാര്യയും ഭർത്താവിന്റെ അവിഹിതം സപ്പോർട്ട് ചെയ്യില്ല. അല്ലെങ്കിൽ അത് കണ്ടിട്ടും കേട്ടിട്ടും കണ്ണടച്ചിരിക്കില്ല. ഒരു സ്ത്രീക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല മറ്റൊരു പെണ്ണുമായിട്ടുള്ള അവിഹിത ബന്ധം. അത് അറിഞ്ഞതിന് ശേഷവും തുടരാൻ കഴിയാതെ അവൾ അവളുടെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയായ നടപടിയാണ്. അതിനെ ബഹുമാനിക്കുകയാണ് വേണ്ടത്, മനസ്സിലായോ? അല്ലാതെ ആ സ്ത്രീ പോയതിനു ശേഷം എല്ലാ തെറ്റുകുറ്റങ്ങളും, അതായത് ഒരു മദ്യപാനിയാണ്, മകളെ നോക്കുന്നില്ല, ഭർത്താവിനെ നോക്കുന്നില്ല, കുടുംബം നോക്കുന്നില്ല. സത്യം പറയുന്നത് മുഴുവനും ദിലീപ് കെട്ടിച്ചമച്ച കഥയാന്ന് ഞാൻ പറയുള്ളൂ. കാരണം ദിലീപിന് ഇഷ്ടം കാവ്യമാധവനെയായിരുന്നു. ദിലീപിന് കാവ്യമാധവനെ തന്നെ വേണമായിരുന്നു. പക്ഷെ മഞ്ജുവായരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാനൊന്നും ദിലീപ് ആഗ്രഹിച്ചിരുന്നില്ല. കാരണം രണ്ട് വഞ്ചിലും കാലിയാടാനാണ് ദിലീപും ആഗ്രഹിച്ചത്. പക്ഷെ നടന്നില്ല. കാരണം ആത്മാഭിമാനം അന്തസ്സുള്ള ഒരു പെണ്ണായതുകൊണ്ട് അവര് ഉപേക്ഷിച്ച് അവരുടെ കാര്യം നോക്കി. പക്ഷെ ദിലീപിന് അതൊരു വലിയൊരു ചാൻസായി. വിവാഹം കഴിഞ്ഞ കാവ്യമാധവൻ അവിടെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചാടി. എന്നാ ആലോചിച്ച് നോക്ക്. ജീവിതത്തിലുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് സ്വയം വരുത്തി വെച്ച വിനയാണ്. എന്നിട്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തലയിലേക്ക് കൊണ്ടിട്ടു. അവരെ വളരെ മോശക്കാരിയാക്കി. അവരവർ ചെന്ന ദിലീപ് അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം, ഈ നാണക്കേടും, അതായത് കോടതി വിധിയിൽ നിന്ന് നിരപരാധിയാണെന്ന് കോടതി വിധി എഴുതിയിട്ടും ജനങ്ങളുടെ മുൻപിൽ ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ, അത് ജനങ്ങൾ ദിലീപിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിന് ഉത്തരം എന്താണെന്നറിയാമോ? അതിന് കാരണം എന്താണെന്നറിയാമോ? പാവം പിടിച്ചൊരു പെണ്ണിനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു. സ്വന്തം കുടുംബത്തിന്റെ മുൻപിലും കൂട്ടുകാരുടെ മുമ്പിലും സ്വന്തം മകളുടെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും സ്വന്തം മുൻ ഭാര്യയെ വളരെ മോശക്കാരിയായി ചിത്രീകരിച്ചു. സ്വന്തം ഭാഗം ന്യായീകരിച്ചു. മോശക്കാരിയാക്കി മാറ്റിയവരെ സ്വന്തം ഭാഗം ന്യായീകരിച്ച് അവരെ മോശക്കാരിയാക്കി മാറ്റിയിട്ട് താൻ മറ്റൊരു സ്ത്രീയുമായിട്ട് അത്രയും വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ദിലീപ് ഒരു വീഡിയോ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്റെ മുൻ ഭാര്യ, ഞങ്ങൾ കൂട്ടുകാരെ പോലെയായിരുന്നു, എന്തും പറയായിരുന്നു ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെയുള്ളൊരു ബന്ധമായിരുന്നു എന്റെ മുൻ ഭാര്യയായിട്ടുള്ളൊരു ബന്ധം. അതിന് വിഷമമുണ്ടെന്നൊക്കെ ദിലീപ് പറയുന്നുണ്ട്. ആ ദിലീപ് തന്നെയാണ് ഡിവോഴ്സ് ചെയ്യാൻ നേരത്ത് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നത് കാണുന്നത്. അതേ ഹാപ്പിനെസ് തന്നെയായിരുന്നു കോടതി വിധിയിൽ നിന്ന് ദിലീപിനെ നിരപരാധിയാന്ന് പറയുമ്പോൾ ഉള്ള ദിലീപിന്റെ അതേ ഭാവം അത് തന്നെയായിരുന്നു. പിന്നെ ഇതൊക്കെ എന്ത് ചേർത്ത് വെച്ചാൽ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ബോധമുള്ളവർക്ക് മനസ്സിലാവും. അതായത് ദിലീപിനെ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, ഈ ആരാധന മൂത്ത് ഭ്രാന്തായ കുറെ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇത് മനസ്സിലാവില്ല.
കാരണം അവരുടെ തലക്കകത്ത് പിണ്ണാക്കാണ് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ അന്നം കഴിക്കുന്ന ബോധമുള്ള ആളുകൾക്ക്, അത് നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകൾക്ക്, കാരണം ആരെയും സപ്പോർട്ട് ചെയ്യാതെ സ്വന്തം വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികൾക്ക് ഇത് ആലോചിച്ചാൽ മനസ്സിലാവാവുന്നുള്ളൂ തെറ്റ് ആരുടെ ഭാഗത്താണ്, കുറ്റം ആരുടെ ഭാഗത്താണെന്നുള്ളത്. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ ഈ വീഡിയോ വോയിസ് ക്ലിപ്പ് അത് കേട്ടതിന് ശേഷം എനിക്ക് രാഹുൽ ഈശ്വറിനോടുള്ള ബഹുമാനം, സ്നേഹം എല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങളൊരു തീർത്തും ഒരു അവസരവാദിയാണ്. നിങ്ങൾ ചാനൽ ചർച്ചകളിൽ ഇനി ഒരു സംസാരത്തിനോ ഒരു തർക്കത്തിനോ വന്നിരിക്കരുത്. അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. ഈ വോയിസ് ക്ലിപ്പ് കേട്ടാൽ അതെല്ലാവർക്കും മനസ്സിലാവും. ഒന്ന്